അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ സാരീസിൻ്റെ അങ്ങനെ എടുത്ത് കാണിക്കുന്ന വീഡിയോസ് ഒന്നും അല്ല കേട്ടോ വന്നേക്കണം. ഇന്ന് ഒരാൾ സാരി ഇവിടെ ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തനു. നമ്മൾ ഇന്ന് ഈ ഒരു വ്ളോഗ്, ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഈ ഒരു സാരി കാണിച്ചു തരാൻ വേണ്ടി. അതായത് ഈ സാരി എന്താ തന്നെ പ്രത്യേകത, നമ്മൾ മാത്രം ഒരുങ്ങിയ പോലെ ഇത് പിടിച്ചോ, നമ്മൾ മാത്രം ഒരുങ്ങിയ പോരല്ലോ, നമ്മളെ ഗ്രാൻഡ് മദേഴ്സ് അതുപോലെ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സാരി. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഏജുള്ള നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള സാരിയാണ്. അപ്പോൾ ഇത് ഉടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് വീഡിയോ ചെയ്യാമെന്ന്. കാരണം നല്ല രസമുണ്ട്. കാരണം അവർക്ക് ഒരുപാട് ഹെവി ഉള്ള സാരി ഒന്നും ഇഷ്ടമല്ലായിരിക്കും. നല്ല കോട്ടണിൽ വന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസിൽ ഈ സാരീസ് ആക്ച്വലി ഇവിടെ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന സാരിയാണ്. പക്ഷെ ആരും ഇത് കണ്ടില്ല മീൻസ് ശ്രദ്ധിച്ചില്ല. പക്ഷെ താനും ഇത് കണ്ടുപിടിച്ചു. ഇത് നിവർത്തിയപ്പോഴാണ് ഞാൻ ഇതിന്റെ ഈ പാറ്റേൺ ഒക്കെ കാണുന്നത്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. ഏജ് ആയിട്ടുള്ള ഒരു ഉമ്മമാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റും. അവർക്ക് നല്ല അല്ലാണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനത്തെ തന്നെ ഒരു സാരി നമുക്ക് പ്യുവർ, അതായത് നമ്മുടെ കാഞ്ചീപുരത്തിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. തനു അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മള് ഗോൾഡിൽ വരുന്നത് നമ്മുടെ മറ്റേ നാനിയൊക്കെ അന്ന് വന്നപ്പോ നാനിയെ സാരി ഉടുപ്പിച്ചില്ലേ, ഇതുപോലെ ഒരു പാറ്റേൺ. അതായത് നമ്മുടെ പ്യുവർ കാഞ്ചീപുരത്തിൽ ഇതുപോലെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. 1 gram ഗോൾഡിൽ വരുന്നത്. 1 gram ആണെന്ന് തോന്നുന്നു. വേറെ ഏതോ ഒരു ഷെയ്ഡിൽ ഇങ്ങനത്തെ സാരി നമുക്ക് വരുന്നുണ്ട്. ഇന്ന് നമുക്ക് അലീന ഇല്ല. സാധാരണ നമ്മൾ 3 പേരുണ്ടാവാറുണ്ട്. ഇന്ന് നമുക്ക് അലീന വെക്കണം. അത് കാരണം ഞാൻ വീഡിയോ എടുക്കുവാണ്. പിന്നെ നമുക്ക് അപ്പൊ ഇന്ന് എന്തായാലും ഈ ഒരു സാരി ഇങ്ങനെ ഉടുപ്പിക്കണം കണ്ടപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാൻ വിചാരിച്ചു. കണ്ട നല്ല രസമല്ലേ, ബ്ലാക്ക്, സോറി എൻ്റെ കൈ തട്ടി അറിയാണ്ട് കട്ടായി പോയി. നല്ല രസമല്ലേ, ബ്ലാക്കിൽ ഒരു മജന്ത കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സാരി, കോട്ടണിൽ വന്നിട്ടുള്ള സാരിയാണ്. എന്തായാലും നമുക്കപ്പോൾ ഇതുപോലത്തെ കുറച്ച് സാരീസ് എന്തായാലും ഇന്ന് ഞാൻ കാണിച്ചു തരാം. താൻ ഈ സാരി ഒന്ന് ഉടുപ്പിച്ചിട്ടാലും ഞാൻ തന്നെ പോയി കാണിക്കാം. ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട്. അതെ, എവിടെ നിന്ന് നീ ആ സാരി എടുത്തേ? ഇതാ ഇതിന്റെ റെഡ് മേലെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് തന്നെ, ഇതൊക്കെ നീ പോയി സാരി ഉടുപ്പിച്ചു. അതുപോലെ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. എന്തേ ഇത് അതുപോലുള്ളൊരു സാരി ആട്ടോ. ഇത് കൊള്ളാട്ടോ, നൈസ് സാരി. ഇതിന്റെ സെയിം കളർ ചേഞ്ച് അത് കാണിച്ചു തരാം. നമുക്ക് 2 പേരുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ. ഇത് ബാക്ക് എവിടെ പോവാ? സോറി ഇതേന ഇപ്പം നമ്മളെ കണ്ടതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കോമ്പിനേഷൻ, ഒരു റെഡും ബ്ലാക്കിലും വന്നിട്ടുള്ള സാരി. ആക്ച്വലി ഇത് കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ വയസ്സായവർക്ക് നല്ല നമ്മൾ ഇപ്പം അല്ലാതെ തന്നെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിൽ വന്നിട്ടുള്ള നല്ല സാരി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനത്തെ വേറെ കുറച്ച് കളക്ഷൻസ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് നമ്മളിപ്പോഴും കാണാത്ത, അതായത് നിവർത്തി നോക്കാത്ത കുറച്ച് കളക്ഷൻസ് ഇരിപ്പുണ്ട്. ഇത് അതുപോലെയുള്ളൊരു സാരിയാണ്. ഇത് കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മൾ ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നോക്കുക, നല്ല ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. ഒന്ന് ഫുൾ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് സംസാരിക്കാറുണ്ട്. പിന്നെ ഇത് തനു ഇപ്പം വരും. സാരി ഇവിടെ വന്നപ്പോൾ സാരി ഉടുപ്പിക്കാൻ അറിയാൻ പാടില്ലാത്ത കുട്ടിയായിരുന്നു. ഇപ്പം എന്നൊക്കെ നന്നായിട്ട് സാരി ഉടുപ്പിക്കും. നല്ല രസമുണ്ട് ഈ സാരി കാണാൻ. സെറ്റായോ? ഓക്കെ, അപ്പോൾ തന്നെ വരുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കുറച്ച് വെറൈറ്റി ഇതുപോലെ കാണാത്ത കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. പിടിച്ചോ. റെഡി ആയി നിൽക്കാൻ കാണിക്കാൻ വേണ്ടി. അതെ, ഇത് നോക്കി, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ കാണിക്കാണ്ട് വെച്ചിട്ടുള്ള, നമ്മൾ തന്നെ കാണുന്ന ചില സാരീസാണ് ഇത്. ഇപ്പോഴേ കാണുന്ന സാരീസ് ഇതൊക്കെ കണ്ട് അലീനില്ലല്ലോ എന്ന് മടക്കാൻ. ഇതൊക്കെ നോക്ക്, പ്യുവർ കാഞ്ചീപുരം പോലെ തന്നെ ഇരിക്കുന്ന സാരീസ് അല്ലേ. നോക്ക്, ഇത് കൊടുത്തതിന് എന്ത് ലുക്കായിരിക്കും. നല്ല രസമല്ലേ കാണാനായിട്ട്. ഒരു സ്മോൾ ബോഡിക്ക് തോന്നി ഞാൻ സാരി കൂടെ തിരിഞ്ഞു പോയി, ഇങ്ങോട്ടേക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഞാൻ അത് ആലോചിച്ച്. സ്മോൾ ബോർഡർ നമ്മുടെ ഈ ഒരു ഭാഗത്തും ഹെവി ആയിട്ടുള്ള ബോർഡർ ഈ ഭാഗത്തും വെറുതെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസൊക്കെ വന്നിട്ട് നല്ല രസം. അയ്യോ, ഇനി ഇത് അലീന വരുമ്പോൾ മടിക്കും, നാളെ വരെ വെക്കേണ്ടി വരും. അപ്പോൾ ആ സാരിയുടെ തന്നെ അതേ കളർ ഷെയ്ഡ്സ്, ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് കണ്ടോ. ഇതുപോലെ നല്ല ഗ്രീൻ നൈസാ.
ഇതല്ലേ അടിപൊളിയാത്. ഇത് കൊള്ളാം. ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം. ഒരു റെഡും ഒരു ഗ്രീനും കളർ കോമ്പിനേഷൻ. ഞാൻ പറയില്ലേ പ്യുവർ കാഞ്ചീപുരം പോലെയൊക്കെ തന്നെ ഇരിക്കും. പ്യുവർ കാഞ്ചീപുരം തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഈ ഒരു സാരിയെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനത് സെമി ടസറിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ. നല്ല രസമുണ്ട്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെക്ക് നോക്കാം നമുക്ക്. ഇതിന് നമുക്ക് കളർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നില്ലേ? വളക്കാപ്പിനൊക്കെ പറ്റിയ അതന്നെ, വളകാപ്പിനൊക്കെ നമ്മൾ ഇപ്പോൾ എപ്പോഴും സാരി ഉടുക്കാത്ത ഇതുപോലെ ചെറിയ ഫങ്ഷൻസിന് മാത്രം സാരി എടുക്കണവർക്ക് ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസിൽ വന്നിട്ടുള്ള സെമി ടസറിൽ വന്നിട്ടുള്ള സാരി. നല്ല ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടന്നോളും. കാരണം പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിടക്കും. ഇതിനെ തന്നെ നമുക്ക് വേറെ ഷെയ്ഡ്സ്, പിന്നെ ഒരു ബ്രൗൺ ഉണ്ടായിരുന്നല്ലോ, അത് പോയോ? അതിന്റെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഒരുവിധം നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായി. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി സോൾഡ് ഔട്ട് ആയി. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ കളക്ഷനൊക്കെയാണ്. അതെന്റെ ഫേവറേറ്റ് കളറാ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. എൻ്റെ ഫേവറേറ്റ് കളർ ഇതിനകത്തില്ല. പക്ഷെ ഇതും നല്ല ആ ഒരു ഇതിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതങ്ങനെ ഒരുപാട് ജരി എടുത്ത് നിൽക്കണില്ല. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കോട്ടണിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇതൊക്കെ അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാരീസാണ്. പറഞ്ഞ പോലെ ജസ്റ്റ് 1000 ഉള്ളൊക്കെ ഇതിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ. 2000 കൂടി പോയി 2000 ഉള്ളിൽ എന്ന റേറ്റിൽ വരുന്നിട്ടുള്ള സാരിയാണ് ഇതൊക്കെ. നല്ല രസമല്ലേ? പിന്നെ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഓഫീസ് വെയർ ആണെങ്കിലും നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സാരീസും നമുക്ക് പെയർ ചെയ്യാൻ പറ്റി. അതുപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരീസാണ് ഇതൊക്കെ. പിന്നെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് ഒരു ദിവസം മാറിപ്പോയത് ഓർമ്മയില്ലേ? വീഡിയോ ഇട്ടപ്പോൾ ആക്ച്വലി ഞങ്ങളത് നിവർത്താതെ തന്നെ ഇങ്ങനെ വെച്ച് മടക്കി വീഡിയോ ഇട്ടു. അതായത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ബോർഡർ ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇങ്ങനെ തന്നെയാണ് സാരീസിൻ്റെ വീഡിയോ എടുത്തിട്ടത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉമ്മച്ചി പറഞ്ഞു തന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിനകത്ത് തുറന്നു നോക്കിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടെന്ന് മനസ്സിലായത്. നല്ല സാരിയാണ് കേട്ടോ. ഇതും നല്ല മെറ്റീരിയൽ തൊടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഷെയ്ഡ്സ് ആണ് കണ്ടോ. നല്ല മസ്റ്റാർഡ് യെല്ലോ, അതുപോലെ ഒരു പിങ്ക്, ഇതെന്താ മെറൂണോ ബ്രൗൺ, അങ്ങനെ ഒരു കളറിൽ വന്നിട്ടുള്ള സാരി. പിന്നെന്താ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പ്രായക്കാർക്കൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള സാരി. മെയിനായിട്ട് നമ്മുടെ ഈ സാരി കാണിച്ചു തരാൻ ആണ് ഞാൻ വീഡിയോ ചെയ്തത്. കണ്ടോ, ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നല്ല സെറ്റായിട്ട് പഠിപ്പിച്ചു സാരിയൊക്കെ. ഇപ്പം എന്നെയൊക്കെ നന്നായിട്ട് ഇവിടെ സാരി ഉടുപ്പിക്കും. കണ്ടോ, നല്ല സെറ്റായിട്ട് പ്ലീറ്റ്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു. അതാ നല്ല പെട്ടെന്ന് ഉടുക്കുക. അതായത് പെട്ടെന്ന് ഉടുത്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള സാരിയാണ്. മെറ്റീരിയൽ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ. ബ്ലൗസൊക്കെ വന്നു കഴിയുമ്പോൾ സെറ്റ് ആവും. അതുപോലെ ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞില്ല, പ്യുവർ കാഞ്ചീപുരത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ട്. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അതുപോലത്തെ എനിക്ക് ഈ സാരി കണ്ടപ്പോൾ ആ ഒരു ഇത് ഓർമ്മ വന്നു. നമുക്കതിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഉള്ളൊരു സാരിയാണിത്. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. അത് തന്നെ. വേറെ കളറും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ബ്ലൗസ് വരുമ്പോൾ ഈ കളർ വരും. അപ്പോൾ ഇന്ന് ഇതൊരു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ബാക്കിയുള്ള കളക്ഷൻസും അതുപോലെ ബാക്കി ഖുറാനിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾ. അലീന ഇല്ലാത്തത് കൊണ്ട് ഒരു കാര്യം മറന്നു. എന്താ? ന്യൂ സ്റ്റോക്ക് വരാനുണ്ട്. എന്തിന്റെ? ഫിഷ് കുറച്ച് കളക്ഷൻസ് നമുക്ക് ഇനി വരാനുണ്ട്. അത് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കി പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് അലീന ഇല്ല. അലീന ഉണ്ടെങ്കിൽ അലീന എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അലീന ഇല്ലാത്തൊരു വ്ളോഗില്ല. അതന്നെ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും ബാക്കി സാരീസിൻ്റെയും അതുപോലെ സെൽവാസിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.